ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മാർച്ച് മാസ ഫലമാണ്. മാർച്ച് മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ദീർഘനാളുകളായിട്ട് പലതരത്തിലും കഷ്ടതകളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു വലിയ ജനാവലി തന്നെ ഉണ്ട്. അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് വിഷമിച്ച് കിടന്ന ഈ വൃശ്ചികം രാശിക്കാർക്ക് പല തരത്തിലുള്ള നേട്ടങ്ങളും ഈ മാർച്ച് മാസത്തിൽ വന്നു ചെയ്യും. പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വാഗ്രഹം, അത് ഒരു പ്രബല ഗ്രഹമാണല്ലോ. അത് സുഖസ്ഥാനമായ 4-ാമിടത്ത് സ്ഥിതി ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. അതായത് ഒരു ഭൂമി വാങ്ങണം എന്നാഗ്രഹിച്ച് ദീർഘനാളുകളായിട്ട് അതിനുവേണ്ടി കുറച്ച് പണമൊക്കെ കരുതിയിട്ടുണ്ടായിരിക്കാം. സാധിക്കാതെ നല്ല ഭൂമി ഒത്തുവരാതെയൊക്കെ കിടക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുന്നതിനോ, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും വളരെ നല്ലതാണ്. ഒരു വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ്. പൊതുവെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും രോഗങ്ങളൊക്കെ മാറുന്നതിനും ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിനും ഒക്കെ സൂചനയുണ്ട്. അതായത് ചികിത്സകളൊക്കെ ഫലിക്കുക, അതുപോലെ തന്നെ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരുക. അത് കുടുംബത്തിൽ നിന്നായാലും അത് വളരെ പ്രധാനമാണ്. കുടുംബത്ത് ദമ്പതികളായിട്ടും ജീവിക്കുന്നവരോ അല്ലാത്തവരായാലും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്കും അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും സന്തോഷകരമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. അത് ഏത് രംഗത്ത് പഠിക്കുന്നവർക്കും അനുകൂലമാണ്. അതായത് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പഠനങ്ങളുണ്ട്. അതിനൊക്കെ ചേർന്നിരിക്കുന്നവർക്ക് മെഡിസിൻ ആയാലും നഴ്സിംഗ് ആയാലും അതുപോലെ തന്നെ ലാബറട്ടറിയോ മറ്റ് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളായ സ്കാനിങ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സയൻസ് വിഭാഗങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടുവാനും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. അതായത് ശുക്രൻ്റെയും ചൊവ്വായുടെയും സർപ്പൻ്റെയും ഒക്കെ യോഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠനകാര്യങ്ങളിൽ നല്ല വിജയങ്ങൾ വന്നു ചേരും. പല രീതിയിലും പഠനകാര്യങ്ങളിൽ അലസതയുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ ഒരു പഠനത്തിലേക്ക് പ്രവേശിക്കുവാനും പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നു ചേരുവാനും ഒക്കെ ഈ സമയം, അതായത് ഈ മാർച്ച് മാസം അനുകൂലമാണ്. കൂടാതെ വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കും വാഹനകാരകൻ കൂടിയായിരിക്കുന്ന ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ മാർച്ച് മാസത്തിലാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ശുക്രനെ കൊണ്ട് പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കും. വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമല്ല, കലാകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമാണ്. കലയുടെ ആവാന്തര വിഭാഗങ്ങൾ അനവധിയാണ്. ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കലയുമായി ബന്ധപ്പെട്ട ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവരോ സൗണ്ട് ഡബ്ബിങ് കൈകാര്യം ചെയ്യുന്നവരോ അഭിനയിക്കുന്നവരോ സീരിയൽ രംഗവുമായിട്ടോ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടോ ഇനി അതുമല്ല സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചെയ്യുന്നവർക്കായാലും നല്ല അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ചൊവ്വായുടെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കുന്നവരും അതുപോലെ തന്നെ മിലിറ്ററിക്കാർ, സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസം. തൊഴിൽ പുരോഗതികൾ വന്നു ചേരുവാനും
അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വിജയം കണ്ടെത്തുവാനും സാധിക്കും. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും അതുമല്ല ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയം. മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഈ മാർച്ച് മാസത്തിൽ അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം. വൃശ്ചികം രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെ സുഖവും സന്തോഷവും വന്നു ചേരുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. അതായത് ഈ മാർച്ച് മാസത്തിൽ ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനും കാരകനും കൂടി ആയിരിക്കുന്ന ശുക്രഗ്രഹം ഏറ്റവും പൂർണ്ണ ബലവാനായിട്ട് വന്ന് സ്ഥിതി ചെയ്യും. കൂടാതെ കുംഭം രാശിയിൽ നിന്നപ്പോഴായാലും ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രന് വ്യാഴത്തിൻ്റെ പൂർണ്ണ ബലം ഒക്കെ ഉള്ളതിനാലും ഒക്കെ വളരെ അനുകൂലമാണ്. കൂടാതെ വ്യാഴം ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉള്ള ഒരു മാസമാണ് ഈ മാർച്ച് മാസം. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതുമാകട്ടെ അത് മുഖാന്തരം ധനം വന്നു ചേരുക, അതായത് സ്വയാർജിതമായിട്ട് ധനം വന്നു ചേരുക. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അതല്ല ഇനി മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങൾ, പേപ്പറുകളൊക്കെ ശരിയാകുക, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുക, നല്ല സ്ഥാപനങ്ങളിൽ ജോലിക്കായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിക്കുക, പല പ്രാവശ്യം വിദേശ കമ്പനികളിലോ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഒക്കെ ട്രൈ ചെയ്തിട്ട് ലഭിക്കാതെ ഉണ്ടെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ അതിനൊക്കെ പല വിധത്തിലും ദൈവാധീനങ്ങൾ വന്നു ചേരുന്നതിനും ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതിനുമൊക്കെ സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ് എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ പ്രധാനമാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാനും യോഗമുണ്ട്. കൂടാതെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. പ്രണയത്തിലൂടെയുള്ള വിവാഹം വന്നു ചേരുക, അതിനും യോഗമുള്ള സമയമാണ്. തൊഴിലിടം എന്തുമാകട്ടെ അവിടെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് ഇടപാടുകാരാണ്, അവരോട് നല്ല രീതിയിൽ ഇടപെടാനും സ്നേഹത്തോടുകൂടി സംസാരിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അത് മുഖാന്തരം തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും മറ്റ് കായിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, കോച്ചിങ് കൊടുക്കുന്നവരായാലും കായിക രംഗത്ത് മത്സര രംഗത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഒക്കെ ഈ മാർച്ച് മാസത്തിൽ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനും അത് മുഖാന്തരം പേരും പ്രശസ്തിയും വന്നു ചേരുവാനും യോഗമുണ്ട്. കൂടാതെ ബുധൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ബുധൻ 11ാം ഭാവാധിപൻ കൂടിയാണ്, അത് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ബുധൻ്റെ സ്ഥിതി കൊണ്ട് ശ്രേയസ്സും യശസ്സും സൽകീർത്തിയും വന്നു ചേരുവാൻ യോഗമുണ്ട് ഈ വൃശ്ചികം രാശിക്കാർ. അധ്യാപകരായിരിക്കുന്നവരും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ സാഹിത്യ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സാഹിത്യകാരന്മാർ ഇപ്പോഴും ധാരാളം ഒരു വലിയ ജനാവലി തന്നെ ഉണ്ട്, നല്ല നല്ല കൃതികൾ എഴുതുന്നവർ. അങ്ങനെയുള്ളവർക്ക് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും അത് മുഖാന്തരം പ്രസിദ്ധി വന്നു ചേരുവാനും സമൂഹ മധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം ലഭിക്കുവാനും ഒക്കെ യോഗമുണ്ട്. അത് ശില്പകലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ചിത്രരചനയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന കാലം. നല്ല രീതിയിൽ അവരുടെ ജോലികൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും പുരോഗതി പ്രാപിക്കുവാനും മേലധികാരികളിൽ നിന്ന് അംഗീകാരം കിട്ടുവാനും യോഗമുണ്ട്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും നൂതന രീതിയിലുള്ള മെഡിസിനൊക്കെ ഉപയോഗിക്കുക വഴി ചികിത്സകളൊക്കെ ഫലിക്കുന്നതിനും ചെയ്യുന്ന ജോലിയിൽ ഒരു സംതൃപ്തിയും അതുപോലെ തന്നെ പദവിയിലുള്ള ആൾക്കാരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുവാനും ഒക്കെ യോഗവും ഭാഗ്യവുമുള്ള ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ചെയ്യുക.
കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുകയും ശ്രേയസ്സും യശസ്സും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യവുമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ വിഷയങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്താൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഈ നമ്പർ നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നേരിട്ട് വരികയോ ഓൺലൈനായിട്ട് നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.